ജനനായകൻ റിലീസ് നീണ്ടു പൊക്കൊണ്ടിരുന്ന സമയത്ത് ആമസോൺ പ്രൈമുമായിട്ടൊരു കരാറ് KVN പ്രൊഡക്ഷൻസ് വെച്ചിരുന്നു. അതിൻ്റെ റിലീസ് പ്രകാരം ഇങ്ങനെയായിരുന്നു: തിയേറ്റർ റിലീസ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ ആമസോൺ പ്രൈമിന് റൈറ്റ്സ് പോകണം, സ്ട്രീം ചെയ്യാൻ ആരംഭിക്കണം എന്നുള്ളതാണ്. പക്ഷേ ജനുവരി 9 ജനനായകൻ റിലീസ് ചെയ്തില്ല. അപ്പോൾ തന്നെ ആമസോൺ പ്രൈം ഉടക്കുമായിട്ട് എത്തി. ഇങ്ങനെയല്ലായിരുന്നല്ലോ നമ്മുടെ കരാറ്. തിയേറ്ററിൽ ഇറങ്ങാത്തതും സെൻസർ കിട്ടാത്തതൊക്കെ നിങ്ങളുടെ വിഷയം, ഞങ്ങൾ ഇതിന് പിന്നോട്ട് പോവുകയാണ്, ഞങ്ങൾക്ക് നഷ്ടമുണ്ട്, ഇതൊക്കെ സംബന്ധിച്ച് സംസാരിച്ച് ആമസോൺ പ്രൈം രംഗത്തെത്തി. കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞിട്ട് വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷം എന്താ സംഭവിച്ചത്? ഇതേ ആമസോൺ പ്രൈം ഇപ്പോൾ KVN പ്രൊഡക്ഷൻസിൻ്റെ വാതിൽ വന്ന് മുട്ടിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പഴയതൊക്കെ മറക്ക്, നമുക്ക് വീണ്ടും അങ്ങ് ഒന്നിക്കാന്നേ, ഞങ്ങൾക്ക് തന്നെ OTT റൈറ്റ്സ് തരണമെന്ന് പറഞ്ഞപ്പോൾ KVN പറഞ്ഞു, അങ്ങനെയൊന്നും നടപ്പാവില്ല, ഞങ്ങൾ പറയുന്ന തുകയ്ക്ക് തരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വടംവലി അവിടെ നടക്കുകയാണ്. OTT ഡീലേഴ്സും ജനനായകനും തമ്മിൽ ഭയങ്കരമായ ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണല്ലോ. മുതലമൈച്ചർ വിജയുടെ ആദ്യത്തെയും അവസാനത്തെയും തിയേറ്ററിൽ റിലീസാകാൻ പോകുന്ന സിനിമയാണ് ജനനായകൻ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് OTT ഡീലർമാർ തമ്മിൽ അടി ഉണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. KVN പ്രൊഡക്ഷൻസിൻ്റെ ഒരു റൈഡാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ജനനായകൻ എന്ന് പറയുന്ന സിനിമ അവർക്ക് റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ഇലക്ഷന് മുന്നേ ആയിരുന്നു. കാരണം ഇതൊരു ഇലക്ഷൻ മോഡൽ, അല്ലെങ്കിൽ ആ ഒരു വോട്ട് പ്രചരണം എന്ന് പോലും ഈ സിനിമ സംസാരിക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ട്. അതിലൂടെ വിജയ് വോട്ട് പിടിക്കുന്നതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഈ സിനിമയുടെ വിധി എന്തായിരുന്നു? ഈ സിനിമ എഡിറ്റിംഗ് ടേബിളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ അതിൻ്റെ കോപ്പി പുറത്തു വരുന്നു. 3 മണിക്കൂർ 2 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ ലീക്കാവുന്നു. ജനങ്ങൾക്കിടയിൽ ഓൺലൈനിലൂടെ പണം എത്തുന്നു. OTT പ്ലാറ്റ്ഫോമിലല്ല, ലീക്ക് ചെയ്ത പ്രിൻ്റ് എത്തുകയാണ്. അതും തിയേറ്ററിൽ ഇറങ്ങാത്ത ആ പ്രിൻ്റ് ആളുകൾ സിനിമ കാണുന്നു, ക്ലിപ്പുകളായിട്ട് കാണുന്നു. ഫുൾ സിനിമ എത്രയോ പേര് ഇപ്പോൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം കണ്ടു നിൽക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ OTTക്കാർ അവിടെ തർക്കം ഉണ്ടാക്കുന്നതെന്ന് ആരും ആലോചിച്ച് നോക്കുക. അതായത് ആളുകൾ കണ്ട സിനിമ, തിയേറ്ററിൽ പോലും അല്ല, ഫോണിൽ തന്നെ ആളുകൾ കണ്ട സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ OTT പ്ലാറ്റ്ഫോമിൽ ബഹളമാണ്. നെറ്റ്ഫ്ലിക്സും ആമസോണും C5 ആണ് മുന്നിൽ നിൽക്കുന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. കാരണം C5 ആണ് ഈ തളപതി തിരുവിഴ എന്ന് പറയുന്ന ഈ സിനിമയുടെ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് C5ലാണ്. സി തമിഴിലും C5ലുമാണ് അതിൻ്റെ സ്ട്രീമിംഗ് ഉണ്ടായിരുന്നത്. ജനനായകൻ സിനിമ ആമസോൺ പ്രൈമിനുമാണ് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ വിജയ് CMൻ്റെ പടം എടുക്കാൻ ആരെങ്കിലും മടിക്കൂ? അതുകൊണ്ട് തന്നെ OTT ഡീലേഴ്സ് ഇപ്പോൾ വലിയ ഓഫറുകളാണ് ജനനായകൻ ടീമിന്, അതായത് KVN പ്രൊഡക്ഷൻസിന് വേണ്ടി ഓഫർ ചെയ്യുന്നത്. KVN അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിൽക്കുകയാണ്. ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ മാത്രമേ തിയേറ്ററിക്കൽ റിലീസ് ജനനായകന് വേണ്ടി നടത്താൻ കഴിയുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ KVN പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാതാവായ വെങ്കട്ട് കെ നാരായണ ഇന്ത്യ ടുഡേക്ക് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യും എന്നുള്ളതാണ്. ഏകദേശം നമുക്കൊരു ജൂൺ ലാസ്റ്റിന് മുമ്പ് ഈ സിനിമ റിലീസ് പ്രതീക്ഷിക്കാം. ജൂൺ ലാസ്റ്റ് ഞാൻ പറയുന്നത് ഏറ്റവും ലാസ്റ്റ് എൻഡ് പോലെയാണ്. പക്ഷേ പല റിലീസ് ഡേറ്റുകൾ നമ്മൾ തന്നെ പുറത്തു വിട്ടിരുന്നു. ഇപ്പം മെയ് 14 എത്തും എന്നുള്ളത് ശ്രീലങ്കൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പുറത്തുനിന്ന വാർത്തയാണ്. പക്ഷേ അത് നടക്കുന്നില്ല. അത് പിന്നീട് മാറ്റുന്നു. 28-ാം തീയതി റിലീസ് എത്തുന്നുള്ള അഭ്യൂഹമുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഡേറ്റും പറയുന്നില്ല. ജൂൺ 30 മുമ്പ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം, KVN പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാതാവ് പറഞ്ഞ വാചകമാണ്. ദളപതി വിജയ് എന്ന ടൈറ്റിൽ കാർഡ് മാറ്റി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ C. ജോസഫ് വിജയ് എന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് വെച്ച് റീപ്ലേസ് ചെയ്ത് ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവാണ്. അത് വിജയ് ആരാധകർക്ക് ആദ്യത്തെയും അവസാനത്തെയും കാഴ്ചയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതെല്ലാം ഒരു ആരുടെയോ നിയോഗം എന്നുപോലെ പറയില്ലേ? ഈ സിനിമ എപ്പോൾ ജനുവരി 9 റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. വിജയ് CM ആയി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ഒരു തിയേറ്ററിലേക്ക് ഒരു വരവ് ഈ സിനിമയ്ക്ക് ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ അവർ ഓൺ ഗുഡ് എന്ന് ആരോ പണ്ട് പറഞ്ഞതുപോലെ, അന്ന് ഈ സിനിമ റിലീസാവാത്തത് കൊണ്ടല്ലേ ഇന്ന് ഓണറബിൾ CM എന്നുള്ള ടൈറ്റിൽ കാർഡിൽ ഈ സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ KVN പ്രൊഡക്ഷൻസിന്, വിജയ് ആരാധകർക്ക് ഉണ്ടാക്കുന്ന അഡ്രിനാലിൻ റഷ് എന്തുമാത്രമായിരിക്കും. ഈ സിനിമയെപ്പറ്റി 2 അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. ഇത് മോശം സിനിമയാണ്, ഇതിനകത്ത് എന്തായിരിക്കുന്നത് എന്നൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു, ഈ സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിൽ ഈ സിനിമ ബുക്കിംഗ് സ്ലോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയ് ആരാധകരും സാധാരണക്കാരായ ജനങ്ങളും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും. കാരണം ഈ സിനിമ ആളുകൾ തിയേറ്ററിൽ കാണുന്നത് ഇതിൻ്റെ ഗംഭീരമായ വിഷ്വൽ വിരുന്നുകൊണ്ടോ, ഇത് ഇത്രയും വലിയ ഗംഭീരമായ സിനിമ ആയതുകൊണ്ടോ അല്ല. വിജയെ ഇനി തിയേറ്ററിൽ കാണാൻ കഴിയില്ല എന്നുള്ള ഉറപ്പും കാര്യവും ആളുകൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങി. വിജയ് ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടിരുന്നില്ലെങ്കിൽ ആളുകൾ ഒരു 50-50 ചാൻസ് എടുത്തേനെ. വിജയ് ചിലപ്പോൾ വീണ്ടും സിനിമയിലേക്കും അഭിനയിക്കാൻ വേണ്ടി എത്തിയേനെ. പക്ഷേ ബീയിങ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്, ഒരിക്കലും വിജയ് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ല എന്ന വ്യക്തമായ ബോധ്യം ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ ഒരു 160 രൂപയും കൊടുത്ത് അവസാനമായ ഒരു വിജയ് പടം കാണാൻ പോകുന്നതിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല സർ. അതിപ്പോൾ ഒരു മോശം പടമാണെങ്കിൽ പോലും വിജയെ വീണ്ടും ആ വലിയ സ്ക്രീനിൽ കാണുക, ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തിരിക്കുന്ന ഒരു നായകനെ വീണ്ടും സ്ക്രീനിൽ കാണുക എന്നുള്ള ആവേശത്തോടു കൂടി ആളുകൾ തിയേറ്ററിലെത്തും സാർ. അത് ഈ OTT ഡീലർമാർക്കും അറിയാം സാർ. അതുകൊണ്ടാണ് ഈ OTT ഡീലേഴ്സ് കൃത്യമായ പൈസ മുടക്കിയും എറിഞ്ഞുകൊണ്ടും KVN പ്രൊഡക്ഷൻസിനോട് OTT ഡീലിംഗ് റൈറ്റ്സ് വേണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് സാർ.
ഇതാണ് പറയുന്നത്. അതായത് തിയേറ്റർ റിലീസ് ചെയ്ത് ജനുവരിയിൽ നിന്ന് ഫെബ്രുവരിയിൽ ബ്രേക്ക് ആയതുകൊണ്ട് ആമസോൺ നഷ്ടപരിഹാരം ചോദിച്ച അതേ KVN പ്രൊഡക്ഷൻസിനോട് നഷ്ടപരിഹാരമൊന്നും വേണ്ട, വേണമെങ്കിൽ നമ്മൾ കൂടുതൽ തുക തരാം, ആ സിനിമയുടെ OTT റൈറ്റ്സ് സ്ട്രീമിംഗ് ഡീൽസ് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് ആമസോൺ പ്രൈം ഇപ്പോൾ KVN പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് വാതിൽ കൊട്ടാൻ വേണ്ടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയി നിൽക്കുന്നത്. മുതലമൈച്ചർ വിജയുടെ അവസാനത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ടിപ്പെട്ടി കൂടുകയാണ് OTT ഡീലർമാർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.